ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാകാതിരിക്കാൻ ഉത്തരവാദികൾ ചില ബിഷപ്പുമാരാണെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ കുറ്റപ്പെടുത്തി. കുർബാന ഏകീകരണ വിഷയത്തിൽ സീറോ മലബാർ സഭ മെത്രാൻ സിനഡ് ഒന്നടങ്കം തീരുമാനമെടുത്ത് ഒപ്പുവച്ച ശേഷം അതിരൂപതയിലെ ചില മെത്രാൻമാർ വിയോജിപ്പ് അറിയിച്ചത് വിശ്വാസ സമൂഹത്തോട് കാണിച്ച കടുത്ത അവഹേളനമാണെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ആരാധനാക്രമ സംരക്ഷകർ ആകേണ്ട മെത്രാൻമാരാണ് അതിരൂപതയിൽ ഏകീകരണ കുർബാന വിഷയത്തിൽ ഇപ്പോൾ ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഇത്തരം നീക്കങ്ങൾ അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവും വിശ്വാസവഞ്ചനയും സഭാപ്രബോധനങ്ങളുടെ ലംഘനവുമാണ്. ഇതാണ് മറനീക്കി പുറത്തായിരിക്കുന്നത്. സഭയുടെ സ്ഥാപനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് സഭാ നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണം. സഭയോടൊപ്പം നിലകൊള്ളുന്നവർക്ക് സഭാസ്ഥാപനങ്ങളിൽ യോഗം സംഘടിപ്പിക്കുവാൻ അനുമതി ലഭിക്കുന്നില്ല. ഇത് ഇരട്ടത്താപ്പാണ്. വിമതരുടെ ഫൊറോന തല യോഗങ്ങൾ സഭാസ്ഥാപനങ്ങളിൽ നടത്തുന്നത് തീർത്തും സഭാവിരുദ്ധ പ്രവർത്തനമാണെന്ന് CNA അൽമായ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സഭാവിരുദ്ധരുടെ ലക്ഷ്യം പള്ളികളും സഭാസ്ഥാപനങ്ങളും കൈവശപ്പെടുത്തുന്നതിനുള്ള ചരടുവലികളാണ്. പൂർവികർ പടുത്തുയർത്തിയ സഭയുടെ സ്ഥാപനങ്ങളും പാരമ്പര്യവും നഷ്ടപ്പെടാൻ ഇടയാകരുത്. സഭ അനുകൂല വിശ്വാസി സമൂഹം നിസ്സംഗതാ മനോഭാവം വെടിഞ്ഞ് ഇതിനെതിരെ ശക്തമായി പോരാടണം. മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ വരെ കാറ്റിൽ പറത്തി സഭയിൽ അടിക്കടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരെയും അച്ചടക്കം ലംഘിക്കുന്നവരെയും സഭയിൽ നിന്ന് നീക്കം ചെയ്യണം. അതിരൂപതയിൽ ശാശ്വതമായി സമാധാനം പുനഃസ്ഥാപിക്കണം. സഭാ നേതൃത്വം വിമത പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടികളും വിലക്കുൾപ്പെടെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ വിശ്വാസികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ അറിയിച്ചു. സീറോ മലബാർ സഭാ ദിനമായ ജൂലൈ 3 മുതൽ അതിരൂപതയിൽ ഏകീകരണ ബലിയർപ്പിക്കുന്ന വൈദികർക്കും വിശ്വാസികൾക്കും പോലീസ് സംരക്ഷണം നൽകണമെന്ന് CNA സർക്കാരിനോടും പോലീസ് അധികാരികളോടും ആവശ്യപ്പെട്ടു. CNA ചെയർമാൻ ഡോക്ടർ MP ജോർജ്, ഭാരവാഹികളായ ഷൈബി പാപ്പച്ചൻ, AP അവറാച്ചൻ, പിയൂസ് തോമസ്, ജെറാർഡ് പള്ളിപ്പാടൻ എന്നിവർ പങ്കെടുത്തു.